കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാവേളയെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ പാദപീഠത്തോട് അടുത്ത് വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. ഈ വിശുദ്ധിയുടെ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വീകരിപ്പാനും കർത്താവ് ഇടയാക്കി. സന്ധ്യാവേളയെങ്കിൽ ഒരിക്കൽ കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത് സൂനം അനി എബ്രഹാം ആണ്. അതായത് നമ്മുടെ അന്നാകണ്ഠത്തിൽ ആന്റിയുടെ മരുമകൾ, മകന്റെ ഭാര്യ. കർത്താവിന്റെ ദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തന്റെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ നമ്മോട് പങ്കിടുവാനുണ്ട്. വചനദീപ്തി സാക്ഷി കൂടാരത്തിന്റെ പ്രേക്ഷകരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വചനദീപ്തിയിലേക്ക് കടന്നു വരുന്ന ഓരോ ദൈവമക്കളും തങ്ങളുടെ സാക്ഷ്യങ്ങൾ അനുഗ്രഹീതമായ നിലയിൽ നമ്മോട് പങ്കിടുന്നു. ഒന്നിനുമേൽ ഒന്ന് മെച്ചപ്പെട്ട സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ബഹുതരമാകുന്ന അനുഭവങ്ങളിലൂടെ കർത്താവ് കടത്തിവിടുന്ന പാതകളെ, തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഭവ പാഠങ്ങളെ നമ്മുടെ മുൻപിൽ അവർ അനുഭവ സാക്ഷികളായി കടന്നു വന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങൾ നമ്മെ ഉറപ്പിക്കുകയും ക്രിസ്തുവിൽ നമ്മെ ബലപ്പെടുത്തുകയും കർത്താവിനോട് ഒരു പടി കൂടി അടുക്കുന്നതിനും കർത്താവ് കാരണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പലരെ ഒരുക്കുന്നു, പലരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു, പലരെ ഈ ദിവസങ്ങളിൽ അനുഭവ സമ്പത്തുള്ളവരാക്കി പിന്നെയും സാക്ഷീകരിക്കുവാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വിഭിന്നങ്ങളായ അനുഭവങ്ങൾ കേട്ടുവിട്ടു പോകാതെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ നമ്മുടെ നടുവിലേക്ക് കടന്നു വരുന്ന കർത്തദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് ഇന്ന് ഈ രാത്രി വേളയെങ്കിൽ നമുക്ക് കർത്താവിന്റെ ദാസിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അഭിഷിക്തി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, വിളിച്ചു വേർതിരിച്ച നാൾ മുതൽ അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി തന്റെ മകളെ ഉപയോഗിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അനേക അനുഭവങ്ങളുടെ നടുവിലൂടെ തന്റെ ദാസിയെ കടത്തിവിട്ടു. അപ്പ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യുന്നില്ല. സകലവും അവിടുന്ന് നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാകയാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഇന്ന് രാത്രി വേളയെങ്കിൽ തന്റെ ദാസി സാക്ഷീകരിക്കുന്നത് ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കണമേ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും മറ്റിതര മീഡിയകളിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും കർത്താവെ, ഈ സാക്ഷ്യം അനുഗ്രഹത്തിന് കാരണമാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തന്റെ മക്കളെ അനുഗ്രഹിച്ചാട്ടെ, തന്റെ ദാസിയെ ബലപ്പെടുത്തിയാട്ടെ. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം കർത്താവ് ഒരു പ്രയാസവും കൂടാതെ, ഒരു തടസ്സവും കൂടാതെ ആയിരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലകളിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രത്യേകാൽ സൂനം അനി ഞങ്ങളുടെ നെയ്ബറും കൂടിയാണ്. നേരിട്ട് ഇതുവരെയും സംസാരിപ്പാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഈ മീഡിയയിലൂടെ ഇന്ന് സന്ധ്യാവേളയെങ്കിൽ ഒരുമിച്ച് കാണുവാനും സാക്ഷ്യങ്ങൾ പങ്കിടുവാനും കർത്താവ് ഇടയാക്കുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് ഇന്ന് രാത്രികാലം കടന്നു വന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി കർത്തദാസിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയുടെ ബാല്യകാല സ്മരണകൾ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കർത്താവിന്റെ ദാസി ഏകയായിട്ടാണ് ഭവനത്തിൽ നിന്ന് വിശ്വാസത്തിൽ ഇറങ്ങിയെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെയായിരിക്കാം അല്ലേ? അതെ, സ്തോത്രം. അപ്പോൾ ധാരാളം അനുഭവ സമ്പത്തുണ്ട്. ഞാനും ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഒറ്റയ്ക്ക് ഇറങ്ങുന്നവരുടെയൊക്കെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമാണ് പറയുവാനുള്ളത്. ആമേൻ. ആദ്യജാതന്റെ പ്രതിഫലം ഇരട്ടി എന്നും കൂടിയാണ്
വേദപുസ്തകം പറയുന്നത്. ആകയാൽ കർത്താവിന്റെ ദാസിക്ക് ധാരാളം അനുഭവങ്ങൾ പ്രിയ പ്രേക്ഷകരെ നമ്മോട് പങ്കിടുവാനുണ്ട്. ആകയാൽ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറന്നു പോകരുതേ എന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് കർത്തദാസിയുടെ സാക്ഷ്യത്തിനായിട്ട് സമയം വേർതിരിക്കുന്നു. കർത്താവിന്റെ ദാസിയുടെ ബാല്യകാല സ്മരണകൾ, കർത്താവ് വിളിച്ച് വേർതിരിച്ച വിധങ്ങൾ, എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് നടത്തുന്ന വിധങ്ങളെ കുറിച്ചൊക്കെ ധാരാളം അനുഭവ സമ്പത്തുണ്ട്. അവയൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കിടുവാൻ സമയമുണ്ട്. അതിനെ കർത്തദാസിയെ ക്ഷണിച്ചു കൊള്ളുന്നു. എന്റെ പേര് സൂനം ആനി ഈപ്പൻ എന്നാണ്. എന്റെ വീട് ചിങ്ങവനത്തടുത്താണ്. ചിങ്ങവനത്ത് പന്നിമറ്റം പത്തുംപാറ റൂട്ടിലാണ്. CMS LP സ്കൂളിന്റെ ഒക്കെ അടുത്താണ് എന്റെ വീട്. എന്റെ മാതാപിതാക്കൾ ഞാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ പിതാവ് ഒരു ഓർത്തഡോക്സ് ചർച്ച് മെമ്പറായിരുന്നു. ഞങ്ങളുടെ ആച്ചറ പള്ളി എന്നാണ് ഞങ്ങളുടെ പള്ളി അറിയപ്പെടുന്നത്. അവിടെ എൻ്റെ പിതാവിന്റെ പിതാവൊക്കെ പള്ളിയിലെ ട്രസ്റ്റി ആയിട്ടും ഒക്കെ പള്ളിയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉള്ളവരാണ്. എല്ലാ സൺഡേസിലും ഞാൻ ഓർക്കുന്ന എൻ്റെ ചെറുപ്പത്തിൽ അച്ഛന്മാരൊക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിലായിരുന്നു എല്ലാ ദിവസവും, മിക്ക ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കുന്നത് നന്നായിട്ട് ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ. അങ്ങനെ പള്ളിയുമായിട്ട് ഒത്തിരി അടുത്ത് കഴിഞ്ഞിരുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ. എൻ്റെ ഫാദർ അത്രയും ആക്റ്റീവ് അല്ല, എൻ്റെ അപ്പച്ചനായിരുന്നു കൂടുതൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പള്ളി കൈക്കാരനും ഒക്കെ ആയിരുന്നതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും എപ്പോഴും പട്ടക്കാരും അങ്ങനെയുള്ള പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഓർത്തഡോക്സ് ചർച്ച്. അമ്മ ഒരു മാർത്തോമൈറ്റാണ്. അമ്മയുടെ വീട് കോഴഞ്ചേരിക്കടുത്താണ്. അവരുടെ മൂത്ത മകളായിട്ടാണ് ജീവിച്ചത്. ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ നമ്മൾ അവിടെ പോയി നിന്ന് ഈ ദൈവമാതാവ് മറിയമ്മിനെ ദൈവമാതാവ് വിശേഷിപ്പിക്കുന്നത്, അതുപോലെ തന്നെ വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവവചനത്തിലുള്ളതല്ലെന്ന് അമ്മ ഒരു മാർത്തമായിട്ട് ആയതുകൊണ്ട് അമ്മ ചെറിയ പ്രായം മുതലേ ഞങ്ങൾക്കത് അത്രയും ഒരു വെളിച്ചം അമ്മ ഞങ്ങൾക്ക് പകർന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയാലും ആ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, മറിയത്തെ ദൈവമാതാവ് വിശേഷിപ്പിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ എൻ്റെ സഹോദരൻ, എനിക്ക് 2 അനിയത്തിമാരാണ്, എന്നാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നു. ഒരു കുറെ കാല സമയത്തിന് ശേഷം വളരെ സ്പിരിച്വലി ഞങ്ങൾ വളരെ ഡ്രൈ ആണ്. അപ്പം ആ സമയങ്ങളിൽ ഞങ്ങൾ ഈ എക്യുമെനിക്കൽ ഫെലോഷിപ്സിനൊക്കെ കടന്നു പോകുന്ന സമയത്ത്, ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ കൂട്ടായ്മകൾ, അതായത് എല്ലാ ചർച്ചിലും ഉള്ള, എല്ലാ പള്ളിയിലൊക്കെ ഉള്ള രക്ഷിക്കപ്പെട്ടവർ കൂടി വരുന്ന കൂട്ടായ്മകളിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ മൂലംകുളത്തുള്ള പൊന്നമ്മ വർക്കി എന്ന് പറയുന്ന ടീച്ചറിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു റെഗുലറായിട്ട്. അപ്പോൾ അവിടെ പാസ്റ്റേഴ്സും രക്ഷിക്കപ്പെട്ട ദൈവമക്കളൊക്കെ വന്ന് അവരുടെ അനുഭവങ്ങളും അതുപോലെ നല്ല ആത്മാവിന്റെ ശക്തിയുള്ള ആരാധനയും ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷത്തോടെ ഞാൻ കാര്യം. എനിക്ക് കർത്താവിൽ നിന്ന് നേരിട്ട് ഒരു എക്സ്പീരിയൻസ് ആദ്യം ഉണ്ടാകുന്നത് എൻ്റെ 10th എക്സാമിന് ശേഷം. ഞാൻ ആ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം സൈക്കിൾ ബാലൻസ് കിട്ടും. അപ്പൊ ആ സമയത്ത് ഞാൻ ഒത്തിരി സൈക്കിൾ ഓടിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും, ഭയങ്കരമായ വയറുവേദന ഉണ്ടായി. അപ്പൊ അത് പല ഡോക്ടേഴ്സിനെയും കാണാനിടയായി. അതെന്താണെന്നും അറിയത്തില്ല, പലരെയും കാണാൻ ഇടയായി. അങ്ങനെ അവസാനം മനസ്സിലാക്കിയത് അപ്പൻഡിസൈറ്റിസിന്റെ പ്രശ്നമാണ് മനസ്സിലാക്കാൻ. അങ്ങനെ അവസാനം അത് മെഡിക്കൽ സെന്റർ, കോട്ടയം മെഡിക്കൽ സെന്ററിൽ ബാബു അയ്യവാൻ എന്ന് പറയുന്ന ഡോക്ടറാണ് അത് മനസ്സിലാക്കിയത്. അദ്ദേഹം പിന്നെ ഞങ്ങൾക്ക് വീടിന് കുറച്ചും കൂടെ പോകാൻ, അപ്പൊ സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം മന്ദിരം ഹോസ്പിറ്റലില് പിന്നെ കടന്നു പോകാനിടയായി. ആ സമയത്ത് എനിക്ക് ഇമ്മീഡിയറ്റ് ആയി
എമർജൻസി ആയിട്ട് സർജൻ വേണം. ആ സർജൻ അദ്ദേഹം അന്നേരം തന്നെ സർജറി ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ അപ്പൻഡിക്സ് ബേസ്റ്റ് ആയി 7 ദിവസത്തോളം എന്റെ വയറിനകത്ത് കിടന്നിട്ട് അത് അതിനകത്ത് അറിയാം, അപ്പൻഡിസൈറ്റിസ് ബേസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് മരണം, അത് ഭയങ്കര ടോക്സിനാണ്. നമ്മുടെ ഉള്ളിലേക്ക് കടന്നുപോയ ഈ വേസ്റ്റ് ആയിട്ടുള്ള സാധനം ചെറുകുടലിനും വൻകുടലിനും ഇടയ്ക്കുള്ള ഒരു വിരല് പോലുള്ള ഒരു ഭാഗമാണ് അപ്പൻഡിക്സ്. അപ്പൊ അതിനകത്തേക്ക് ഇപ്പം ഒരു നാരങ്ങയുടെ കുരു അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ചിറങ്ങി വരാൻ പറ്റത്തില്ല. അങ്ങനെ അത് അതിനകത്ത് കിടന്ന് അത് അത് പഴുക്കുക. അങ്ങനെയാണ് അതിന്റെ അത് എന്നിട്ട് അവസാനം അത് പഴുത്ത് ബേസ്റ്റ് ആകാറായതൊക്കെ കുഴപ്പമില്ല, പക്ഷെ ബേസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മരണമാണെന്നാണ് പറഞ്ഞത്. അപ്പോ എനിക്കത് ബേസ്റ്റ് ചെയ്ത് 7 ദിവസത്തോളം എന്റെ വയറിനുള്ളിൽ കിടന്ന് അത് പാട ചൂടിയത്, ഡോക്ടർ പറയുന്നത് അതിങ്ങനെ പാട ചൂടിയതുപോലെ കിടന്നിട്ട് ആ ടോക്സിൻ മറ്റുള്ള ഭാഗത്തേക്ക് കടന്നു പോകാതെ അത് ഇങ്ങനെ അവിടെ തന്നെ അത് കിടന്നു. അത് മറ്റു ഭാഗങ്ങളിലേക്ക് അത് വ്യാപിച്ചിരുന്നെങ്കിൽ അത് മരണമായി തീർന്നേനെ. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ CMS കോളേജിലേക്ക് എൻ്റെ 11th അല്ല, അന്ന് പ്രീ ഡിഗ്രിയാണ്. ഇപ്പൊ പ്രീ ഡിഗ്രിക്കായിട്ട് ഞാൻ കടന്നു പോകുന്നതിന് ശേഷമാണ്. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഒരു മാസം ഞാൻ ഇപ്പൊ എനിക്ക് ഒരു നോർമൽ അപ്പൻഡിസൈറ്റിസിന്റെ സർജറി അല്ലായിരുന്നു അന്ന് ചെയ്തത്. അന്ന് ഒരു ഇങ്ങനെ ഇത് മറ്റു ഭാഗങ്ങളുമായിട്ട് ഇത് മിക്സ് ചെയ്തില്ലെങ്കിൽ പോലും ഡോക്ടർ അത് ആ വൻകുടലെല്ലാം പുറത്തെടുത്തത് വാഷ് ചെയ്തെന്നാ പറയുന്നത്. അപ്പൊ എനിക്കൊരു വലിയ സർജറിയാണ് ചെയ്തത്. ഒത്തിരി സ്റ്റിച്ചസ് ഒക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ ദൈവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ആ സമയത്ത് ഞാനിപ്പോ പറഞ്ഞ പൊന്നമ്മ ടീച്ചറിന്റെ ഭവനത്തിലായിരുന്നു ഞങ്ങൾ പ്രയറിനായിട്ട്, എക്യുമെനിക്കൽ പ്രയർ ഫെലോഷിപ്പിനായിട്ട് കടന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എന്റെ സാക്ഷിയൊക്കെ അവിടെ പ്രസ്താവിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ദൈവജനം എല്ലാം വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ചതും ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. അവരുടെ പ്രയർ സപ്പോർട്ട് എനിക്ക് വലിയ അനുഗ്രഹമാണ്. അതിനുശേഷം CMS കോളേജിലേക്ക് അവിടെ കടന്നു പോകുമ്പോൾ ആരോ എന്നെ ICPFന്റെ പ്രയർ മീറ്റിങ്ങിൽ നല്ല പാട്ട് കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടുകാർ വിളിച്ചുകൊണ്ട് പോകാനിടയായി. ശേഷം എന്റെ ഒരു ഈപ്പച്ചൻ പാസ്റ്ററുടെ മോള്, ഈപ്പച്ചൻ പാസ്റ്ററുടെയും സൂസമ്മ ആന്റിയുടെയും ബ്ലെസ്സിയാണ് എന്നെ പ്രയർ മീറ്റിംഗ് ക്ഷണിച്ചത്. അങ്ങനെ ഞാൻ CMS കോളേജിൽ എല്ലാ ചൊവ്വാഴ്ചകളിലാണ് തോന്നുന്നു ഒരു വലിയ റൂം ഇതിനു വേണ്ടിയിട്ട് അതിന്റെ അധികാരികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിനായിട്ട് ഞാൻ കടന്നു പോയി. അവിടെ ഈ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് മീറ്റിംഗ് നടന്നത്. അപ്പൊ അതിന് ഒത്തിരി കുട്ടികളൊക്കെ കടന്നു വരുമായിരുന്നു. ഞാൻ അതുപോലെ അവരുടെയൊക്കെ കൂടെ അവിടെ പാട്ട് കേൾക്കാനായിട്ടൊക്കെ കടന്നു. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതിനു വേണ്ടി ആ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ അവിടെ കടന്നു. എന്നാൽ അവരെന്നോട് കുറെ റെഗുലറായിട്ട് ഞാൻ അവിടെ പ്രയർ മീറ്റിംഗ്സിന് കടന്നു. അങ്ങനെ അവരെന്നെ അവരുടെ മീറ്റിങ്ങുകൾക്കൊക്കെ അല്ലാതെ വേറെ മീറ്റിംഗ്സ് ഒക്കെ അല്ലാതെ കോളേജിന് പുറത്തുമൊക്കെയുള്ള മീറ്റിംഗ്സിനൊക്കെ അവരെന്നെ വിളിച്ചു. എന്നോട് എന്നോട് സ്നാനത്തെക്കുറിച്ചും രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചും സ്നാനപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ എന്നോട് സംസാരിച്ചു. പക്ഷെ ഞാൻ അന്നേരം അവരോടൊക്കെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നുള്ള എന്നായിരുന്നു എന്റെ ഹൃദയത്തിലെ ചിന്ത. ഞാനിങ്ങനെ എക്യുമെനിക്കൽ പ്രയർഷിപ്പിനൊക്കെ പോകുന്നെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടതുപോലെയുള്ള ഒരു വചന പരിജ്ഞാനം ആയിട്ടില്ല. അങ്ങനെ ഞാൻ അവരോട് തർക്കിക്കുകയും അങ്ങനെ തർക്കിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു വശത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഇവര് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്യാതിരിക്കരുത് എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗ്രാജുവലി പിന്നെ ഞാൻ ഡെയിലി ദൈവവചനം വായിക്കും. വചനത്തിലൂടെ പതുക്കെ കർത്താവിനോട് ഇടപെടാനായിട്ട് തുടങ്ങി. അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ബ്ലെസ്സി കടന്നു പോകുന്നത് ഫിലദൽഫിയ ചർച്ചിലാണ്. കഞ്ഞിക്കുഴി ഫിലദൽഫിയ ചർച്ച്, പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എതിർവശത്തിരിക്കുന്ന ആ വലിയ ചർച്ച്. അവിടെ കടന്നു എന്നെ ഈ പെൺകുട്ടി വിളിക്കുകയും പക്ഷെ എനിക്ക് അങ്ങനെ പോരാൻ പറ്റത്തില്ല. കാര്യം വീട്ടിൽ ഞങ്ങളിപ്പോഴും ഓർത്തഡോക്സ് ചർച്ച് മെമ്പേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് കടന്നു വരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അപ്പൊ ഞാനും എന്റെ സിസ്റ്ററും ആക്ച്വലി ടേൺ വെച്ചാ പള്ളി പോയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ടേൺ വെച്ച് പള്ളി കടന്നു. അപ്പം
ഒരു ദിവസം ഒരു സൺഡേ മോർണിംഗ് ഞങ്ങൾ പറഞ്ഞു ഇന്ന് അവള് പറഞ്ഞു ഇന്ന് ചേച്ചിയുടെ ടേണാ. ഞാൻ പറഞ്ഞു അല്ല ഇന്ന് നിന്റെ ടേണാ. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആക്ച്വലി പോകാൻ ഇഷ്ടമല്ല. അപ്പൊ ടേൺ വെച്ച് പള്ളിയിൽ പോകുന്ന സമയം എന്നിട്ട് ഞാനിങ്ങനെ വെറുതെ എന്റെ ഞാൻ വെറുതെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു ദിവസം ആ ബ്ലസ്സിയുടെ ചർച്ചിൽ അങ്ങ് പോകണം എന്ന് ഞാൻ പറഞ്ഞു. അത് അമ്മ കേട്ടു. അമ്മ കേട്ടിട്ട് പറഞ്ഞു എന്നാ പിന്നെ ഇന്ന് പൊക്കോ എന്ന് പറഞ്ഞു. അത് സത്യത്തിൽ അതെന്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. അന്നേരം എനിക്കൊരു 2 വീലർ കർത്താവ് തന്നിട്ടുണ്ടായിരുന്നു. 2 വീലർ ഉണ്ട്. അപ്പോ ഒരു കൈനറ്റിക് ഹോണ്ടയായിരുന്നു. ഇപ്പോഴത്തെ അല്ല, പഴയ മോഡല്. ആ കൈനറ്റിക് ഹോണ്ടയായിട്ട് ഞാൻ പെട്ടെന്ന് അതേ കയറി. അന്നേരം ആദ്യം ഇവളും എന്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ആദ്യം കടന്നത്. ഫിലദൽഫിയ ചർച്ചിൽ പോകുകയും അന്ന് ആദ്യമായി എന്റെ ജീവിതത്തിൽ ഞാനൊരു വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതെന്റെ ജീവിതത്തിലെ വലിയ ഭയങ്കര മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. ആ ചർച്ചിൽ ചെന്നതും അവിടെയുള്ള ആളുകളെ കണ്ടതും ഇതുവരെ ആരാധിച്ചതിനേക്കാളും വ്യത്യസ്തമായ ഒരു രീതിയിൽ കർത്താവിനെ ആരാധിച്ചതും അവരുടെ ആരാധനയും പ്രാർത്ഥനയും അതുപോലെ ദൈവജനം തമ്മിലുള്ള സ്നേഹം ഇതൊക്കെ അന്ന് എന്നെ അത് വളരെ ആകർഷിച്ചു. അത് എന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയിലും ദൈവകൃപയാൽ ആ ചർച്ചിൽ കടന്നു പോകാനായിട്ട്. പക്ഷെ അങ്ങനെ കടന്നുപോയി, ഒരാഴ്ച പോയി, 2 ആഴ്ച പോയി. അപ്പൊ പതുക്കെ ആളുകളൊക്കെ അറിയാൻ തുടങ്ങി. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോ ഒരു ദിവസം ഞാൻ ചർച്ചിൽ പോയിട്ട് വീട്ടിൽ വന്നപ്പോ ഒരു അച്ഛൻ അവിടെ എന്നോട് എന്റെ ഫാദർ, പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നില്ല, എന്റെ ഫാദറിന്റെ വലിയ സുഹൃത്തായിരിക്കുന്ന ഒരു അച്ഛൻ അവിടെ കടന്നു വരികയും ഞാൻ വരുന്ന സമയം നോക്കി അദ്ദേഹം അവിടെ വീട്ടിൽ ഞാൻ എത്തുന്നതിന് മുമ്പേ തന്നെ അവിടെ സന്നിഹിതനായിട്ടിരിക്കുക. എന്നിട്ട് ചോദിച്ചു നീ എവിടെ പോയതാ? ഇതുപോലെ പെന്തക്കോസ്ത് ആരാധന. ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ല, പെന്തക്കോസ്ത് ആരാധനയ്ക്ക്. എന്നിട്ടൊക്കെ എനിക്ക് നല്ല ധൈര്യം തരുന്നു, നല്ല ധൈര്യം കർത്താവ് തന്നു. ഇവിടെ ഒരു ചർച്ചിലാ കടന്നു. അപ്പൊ നീയാ ഇവരുടെ ലീഡർ അല്ലേ എന്ന് പറഞ്ഞ് എന്നെ കുറെ വഴക്കും. അങ്ങനെ പിന്നെ അതൊരു തുടക്കമായിരുന്നു. അപ്പൊ ഇതിപ്പം ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഡിഗ്രിയിലോട്ട് എത്തി. അത്രയും സമയങ്ങള് ഇങ്ങനെ വെറുതെ പ്രയറിനൊക്കെ ICPF-ന്റെ പ്രയർ മീറ്റിങ്ങുകളിലൊക്കെ കടന്നു പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഒന്നും അല്ലാതെ ഒരു ചർച്ചിലും അല്ലാത്ത ഒരു രീതിയിൽ ഇങ്ങനെ കുറെ നാളുകൾ കടന്നുപോയി. ആ സമയത്ത് അങ്ങനെ ഞങ്ങള് കുറെ നാളുകൾ ഫിലദൽഫിയ ചർച്ചിൽ കടന്നുപോയി. എല്ലാ ആഴ്ചയിലും കടന്നുപോകും. ഇപ്പം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പിതാവിന്റെ സഹോദരങ്ങളും മറ്റുള്ളവരും കടന്നു വരാൻ തുടങ്ങി. ഇതൊക്കെ വലിയ അത് ഒരു പ്രയാസത്തിലേക്ക് പോകുന്നത് പോലെ. വീട്ടിലുള്ളവർക്ക്, എന്റെ പേരൻസും സഹോദരങ്ങളും, അവർക്ക് ആ സ്നാനത്തെക്കുറിച്ചും വേർപെട്ട ആരാധനയെക്കുറിച്ചുമുള്ള ഒരു ബോധ്യം അവർക്ക് ലഭിച്ചിട്ടില്ല. ശരിക്കും എനിക്ക് മാത്രമേ അത് വചനത്തിലൂടെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ ഇടയിലും പ്രയാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോ അങ്ങനെ അവസാനം ഞാൻ സ്നാനപ്പെടാൻ തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞാല് ഒരു ദിവസം അന്ന് ഞങ്ങളുടെ ഒരു സണ്ണി ജോർജ് പാസ്റ്ററാണ് ചർച്ചിൽ ഇരിക്കുന്നത്. അദ്ദേഹം ഇപ്പോ മറ്റൊരു സ്ഥലത്താണ്. അദ്ദേഹം പോകുന്നതിന്റെ തലയാഴ്ച പറഞ്ഞു അടുത്ത ആഴ്ച സ്നാനമുണ്ട്. അപ്പോ സ്നാനപ്പെടാൻ താല്പര്യപ്പെടുന്നവർ അടുത്ത ആഴ്ച നേരത്തെ അറിയിക്കുകയും അടുത്ത ആഴ്ച സ്നാനത്തിനായി കടന്നു വരികയും ചെയ്യും. അപ്പൊ അന്നേരമാണ് വാസ്തവത്തിൽ ഞാനിങ്ങനെ ചർച്ചിൽ പോകുന്നെങ്കിലും സ്നാനത്തിലേക്ക് കടന്നു വരുന്നില്ല. എന്റെ സുഹൃത്ത് എന്റെ അടുത്തിരുന്ന് എന്നെ കൈ കാണിക്കുന്നുണ്ട്, എഴുന്നേക്ക് പ്രാർത്ഥിക്കുന്നു എന്ന് കൈ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നിന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ അടുത്ത ആഴ്ച സ്നാനം. ഇത് വീട്ടിൽ ചെന്ന് അവതരിപ്പിക്കണം. വീട്ടിൽ ചെന്ന് ഇത് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അവതരിപ്പിക്കാനായിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ എന്റെ മറ്റൊരു സുഹൃത്ത്, എന്റെ വേറൊരു കൂട്ടുകാരി, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ വീട്ടിലുണ്ട്. അപ്പൊ അവരെന്തോ കാരണം പറഞ്ഞ് എന്റെ ചെറുപ്പത്തിൽ ഞാൻ എടുത്ത ആ ശിശു സ്നാനത്തെ കുറിച്ച് ഞാൻ ചെന്ന സമയത്ത് എന്റെ സുഹൃത്തും എന്റെ അമ്മയുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ തമാശകളൊക്കെ അവർ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ പറഞ്ഞു. അമ്മ ചോദിച്ചു അടുത്ത ആഴ്ച എന്താ? അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സ്നാനം. അത്
നീ നല്ലതായിട്ട് ആലോചിക്കുന്നു എന്നൊക്കെ വീട്ടിലെ പണി. അത് പിന്നെ ആ ഒരാഴ്ച, അപ്പൊ അടുത്ത ആഴ്ച സ്നാനമാണ്. അപ്പൊ ആ ഒരാഴ്ച, ഈ ഞായറാഴ്ച മുതൽ, ഞാൻ ഈ കടന്നുപോയ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയുള്ള സമയം വളരെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ, മാനസികമായ ആ പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു സമയമുണ്ട്. എന്നാൽ ദൈവം എന്നെ പിടിച്ചു നിർത്തി. ആ സ്ഥലത്ത് എന്നെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തി. ആ സമയത്ത് പല കാര്യങ്ങൾ വരുന്നുണ്ട്, പല ആളുകൾ വരുന്നുണ്ട്, വീട്ടില് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പല ഫോൺ കോൾസ് ഉണ്ട്, സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഞാനെല്ലാം അത്രയും വിശദമായിട്ട് എനിക്ക് പറയാനുള്ള സമയം, വേറെയും പല കാര്യങ്ങൾ എനിക്കുണ്ട്, അനേക സാക്ഷ്യങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗത്തിൽ പറഞ്ഞ് തീർക്കുകയാണ്. അപ്പോ പിന്നെ അടുത്ത ഞായറാഴ്ച, പക്ഷെ അവർക്ക് മനസ്സിലായി, വീട്ടിലെ അവർക്ക് മനസ്സിലായി ഞാൻ ഇതിൽ പിന്മാറത്തില്ല എന്ന് അവർക്കും മനസ്സിലായി. അപ്പൊ എന്റെ ഫാദർ പറയുന്നുണ്ട്, ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് പറ്റും. വോട്ടവകാശം നമുക്ക് ആ സമയത്താണല്ലോ ലഭിക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും എന്ന് ഫാദർ പറയുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച പോയി സ്നാനം, കൊച്ചു സിസ്റ്ററേയും കൂടെ. അപ്പൊ എന്നെ പക്ഷെ അനുഗ്രഹത്തോടെയാണ് അവർ വിട്ടത്. മാതാപിതാക്കൾ രണ്ടുപേരും അനുഗ്രഹിച്ചാണ് എന്നെ സ്നാനത്തിന് വേണ്ടി അയച്ചത്. അന്ന് ഞാൻ സ്നാനപ്പെട്ട് മടങ്ങി വന്നു. പിന്നെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാം, മറ്റുള്ളവർ കടന്നു വരുന്നു, വീട്ടിലെ ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു സമയമാണ്. ആ ശോധനയുടെ ഒരു സമയം എന്ന് പറഞ്ഞാൽ അതിലൂടെ ദൈവം എന്നെ പിടിച്ചു നിർത്തി. വല്ലാത്ത ഒരു ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നതിന്റെ തലേ ദിവസമൊക്കെ വീട്ടിൽ വലിയ യുദ്ധം കഴിഞ്ഞിട്ട്, യുദ്ധം എന്ന് പറഞ്ഞാല് അടി ഇടി തല്ലൊന്നുമല്ല, വലിയ വാക്കുകളിലൂടെയുള്ള യുദ്ധമാണ്, വചനം പറഞ്ഞുള്ള യുദ്ധം. അതൊരു ഭയങ്കര വല്ലാത്ത ഒരു അനുഭവമാണ്. അതിലൂടെ എല്ലാം കടന്നുപോയി കർത്താവിനെ പിടിച്ചു നിർത്തി. എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. സ്നാനപ്പെടാനായിട്ട് ദൈവം കൃപ ചെയ്തു. എന്നാൽ അങ്ങനെ സ്നാനം നന്നായിട്ട് നടക്കാനും പിന്നീട് എല്ലാ ഞായറാഴ്ചയും ആ ചർച്ചയിൽ കടന്നു പോകാനായിട്ട് ദൈവം കൃപ ചെയ്തു. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം, ഇതിനു മുമ്പ് ഇത് സംഭവിക്കുന്നത്, ഇത് 2000-ലാണ് സംഭവിച്ചത്. 99 ഡിസംബറിൽ മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിൽ നടന്ന ഒരു ICPF-ന്റെ ഒരു ക്യാമ്പ് ഉണ്ടായി. ന്യൂ ലൈഫ് ക്യാമ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോ അതിനെനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ആ ക്യാമ്പിനായിട്ട് അയച്ചായിരുന്നു. ആ ക്യാമ്പിൽ ഞാൻ പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് ലഭിച്ചില്ല. എനിക്കത് വലിയ പ്രയാസമായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് നിശ്ചയമായിട്ടും ഇന്ന് രാത്രി പരിശുദ്ധാത്മ അഭിഷേകം തരണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നാൽ എനിക്ക് അഭിഷേകം അന്ന് ആ 99, അന്നേരം സ്നാനം കഴിഞ്ഞിട്ടില്ല. അന്നേരം ആ ക്യാമ്പിൽ അനേക കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അഭിഷേകം പ്രാപിച്ചില്ല. ഞാൻ വളരെ സങ്കടത്തോടെ ആ ക്യാമ്പ് ആശീർവാദം പറയുന്ന സമയത്ത് ഒരു കൊച്ചെന്റെ കയ്യിൽ ഒരു ബൈബിള് തന്നു. ആ കൊച്ചിന് ചെരുപ്പ് ഇടുകയാണ്. അപ്പം ഇതൊന്ന് പിടിച്ചേ ചേച്ചി എന്ന് പറഞ്ഞ് ഈ ബൈബിൾ എന്റെ കയ്യിൽ തന്നു. ഞാൻ ആ സമയത്ത് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് വാഗ്ദത്ത വചനം തരണം എന്ന് പറഞ്ഞ് ഞാൻ ആ ദൈവവചനം തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ലഭിച്ച വാക്യം, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് പറഞ്ഞ് ആ വാഗ്ദത്ത വചനം എനിക്ക് ദൈവം തന്നു. അത് കൃത്യമായിട്ട് ഞാൻ ആ വാഗ്ദത്ത വചനമാണ് ഞാൻ ആ ബൈബിളിൽ കാണുന്നത്. കർത്താവിനോട് നേരിട്ട് ഇടപെട്ടതാണെന്ന് എനിക്ക് വളരെ ബോധ്യമായി. ആ ക്യാമ്പിൽ അന്ന് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചില്ലെങ്കിലും ഞാന് സങ്കടത്തോടെ അല്ല, ഈ വാഗ്ദത്തവുമായി ഞാൻ മടങ്ങിപ്പോയി. അപ്പൊ എനിക്കിതിന് ലഭിക്കും, ഇതിനുവേണ്ടി കാത്തിരുന്നാൽ എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു പ്രോമിസ് കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് 2000-ലാണ് ഈ സ്നാനം നടക്കുന്നത്. എന്നാൽ 2000-ന്റെ നവംബറിൽ എല്ലാ വർഷവും ഈ ICPF-ന്റെ ഈ ക്യാമ്പ്സ് മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ 2000 ഡിസംബറിൽ നടന്ന ക്യാമ്പിലാണ് എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചത്. ഞാൻ ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ മുമ്പിൽ കടന്നു എന്നത് അതിഭയങ്കരമായ ഒരു ശക്തി, കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയും ഞാൻ ആത്മാവിലാവുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യാനായിട്ട് തുടങ്ങി. അതിനകത്തും ഒരു സാക്ഷ്യമുണ്ട്. കാര്യം, ഈ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു പെന്തക്കോസ്റ്റ് ചർച്ചുണ്ട്. അപ്പൊ അവര് ഈ അന്യഭാഷ സംസാരിക്കുമ്പോൾ ഞാനും എന്റെ സിസ്റ്ററും കൂടെ
ഇത് കേട്ടോണ്ട് ഞങ്ങളിത് കളിയാക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം. അപ്പൊ ഈ അഭിഷേകത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ ഈ ഭാഷ എന്റെ നാവിന്മേൽ വരുന്നുണ്ടെങ്കിൽ എനിക്കത് പറയാൻ പറ്റുന്നില്ല. എനിക്കത് വലിയ ഇതിന്റെ നാവിലെന്തോ ശക്തി ഞാൻ നന്നായിട്ട് അനുഭവിച്ചു. പക്ഷെ ഈ ഭാഷ പറയാനായിട്ട് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട്. എനിക്കത് ഞാൻ പറയുന്നത് ബുദ്ധിയിലാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഇതിന്റെ ഇടയിൽ വരികയാണ്. അപ്പോ കർത്താവ് ദൈവത്തിന്റെ ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ഞാനിങ്ങനെ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ അന്യഭാഷ മലയാളത്തിൽ എഴുതി ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ കാണുക. എന്നിട്ട് എന്റെ ഉള്ളിൽ പ്രേരണ വരിക, നീ അത് വായിക്കുക. കാര്യം എനിക്കിത് പറയാൻ പറ്റുന്നില്ല. കാര്യം ചെറിയ പ്രായത്തിൽ ഞാനിതിനെ, നമുക്കറിയാം പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി നമ്മൾ പറയുന്ന വാക്കുകൾ അത് ദൈവം ക്ഷമിക്കുന്നതല്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഈ ശക്തി അനുഭവിക്കുമ്പോൾ തന്നെ എനിക്ക് പറയാൻ കഴിയാത്തൊരു അനുഭവം ഉണ്ടായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ അത് എഴുതി കാണിക്കുകയാണ്. ഞാനത് എഴുതി വായിക്കുകയാണ്. അങ്ങനെ വായിച്ചപ്പോൾ അതൊരു ഭാഷയാണ്. പിന്നെ ഞാനത് പിന്നെ അന്യഭാഷയിൽ സംസാരിക്കാനായിട്ട് ദൈവം ഭാഗ്യം ചെയ്തു. ദൈവത്തിന്റെ കൃപ. ഞാൻ കളിയാക്കിയതും ഞാൻ പരിഹസിച്ചതും ഒന്നും എൻ്റെ കർത്താവ് എന്നോട് ഓർത്തില്ല. കർത്താവ് അന്യഭാഷകളാൽ എന്നെ നിറച്ചു. അങ്ങനെ അഭിഷേകത്തിന്റെ സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ ഇടയായി. അങ്ങനെ പിന്നെ അതിനുശേഷം വിദ്യാഭ്യാസത്തിലും എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനായിട്ട് വന്നു. കാര്യം ഞാൻ ഈ പരീക്ഷയുടെ തലേദിവസവും ഞാൻ പറഞ്ഞു വലിയ യുദ്ധം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ആ പരീക്ഷയൊക്കെ അത് കുറച്ച് അഫക്ട് ചെയ്തിട്ടുണ്ട്. സമയത്ത് ഞാൻ ഡിഗ്രിക്ക് ഞാൻ ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് ലഭിച്ചില്ല. അപ്പൊ MSc അഡ്മിഷന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് മറ്റൊരു കാര്യം കൂടി ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചു. എൻ്റെ മാതാപിതാക്കൾ അന്നേരം ഒത്തിരി പാസ്റ്റേഴ്സ് എല്ലാം വീട്ടിൽ വരാനായി. അച്ഛന്മാർ ഒരു സൈഡിൽ അത് സംഭവിക്കുന്നു, പാസ്റ്റേഴ്സ് വരാനായിട്ട് തുടങ്ങി. അപ്പം പാസ്റ്റേഴ്സ് പലർക്കും മനസ്സിലായി ഞങ്ങളിങ്ങനെ പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പല പാസ്റ്റേഴ്സ് ഓരോരുത്തരും അവരുടെ ചർച്ചിലേക്ക് ഞങ്ങളെ വിളിച്ചു. അതെന്റെ വീട്ടിൽ എൻ്റെ പേരൻസിന് അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. കാര്യം ഇതെന്നെ എന്നോട് ചോദിക്കുക, ഇതെന്നെ ബിസിനസ് ആണോ? എല്ലാവർക്കും അവരവരുടെ ചർച്ചിലാണ്, എവിടെയെങ്കിലും പോയാൽ പോലും എല്ലാവർക്കും അവരവരുടെ ചർച്ചിലേക്ക് ആളെ കൂട്ടണം. അങ്ങനെ ഇവരെ സത്യത്തിൽ പിശാചൻ പുറകോട്ട് വലിച്ചു. അങ്ങനെ ഇവരെ അവസാനം പന്നിമറ്റം CSI ചർച്ച്, സെന്റ് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ പന്നിമറ്റം FCIയുടെ അടുത്തുള്ള ആ പള്ളിയിൽ, അവിടെ ആ സമയത്ത് ഇച്ചിരി ഒരു ശുഷ്കാന്തിയുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു, മാത്യു ലഞ്ഞിക്കൽ എന്ന് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു. ആ ചർച്ച്, ആ പള്ളിയിലേക്ക് കടന്നു. അപ്പൊ ഞാന് സൺഡേ മോർണിംഗ് ഫിലദൽഫിയ ചർച്ചിലോട്ട് പോകും, ഇവര് CSI ചർച്ചിലേക്ക്. അങ്ങനെ ഓർത്തഡോക്സ് സഭ വിട്ടിട്ട് ഇവര് CSIയിലേക്ക്. ഇതാണ് കാര്യം. ഇതാണ് പാസ്റ്റേഴ്സ് എല്ലാം വരുന്നു, അവരെല്ലാവരും അവരവരുടെ ചർച്ചിലേക്ക് വിളിക്കുന്നു, ഞങ്ങളുടെ ചർച്ചിലോട്ട് പോവാൻ വിളിക്കുന്നു. അത് ഇവർക്ക് വലിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അത് ഇവർക്ക് സംശയം ഉളവാക്കുന്നു. അങ്ങനെ എന്റെ കൂടെ ആ ചർച്ചിലേക്ക് വരുന്നതിന് പകരം ഇവര് CSI ചർച്ചിൽ കടന്നു. അതിനുശേഷം അപ്പൊ ഞാൻ കോളേജിലും പ്രയറിലും ഒക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്നു. കർത്താവിനെ ഓരോ ദിവസവും വചനത്താലും ആത്മാവിനാലും ശക്തീകരിച്ച് എന്നെ ഇതിന്റെ എല്ലാം മധ്യത്തിൽ അത്ഭുതകരമായി വഴി നടത്തുന്നു. അങ്ങനെ എനിക്ക് അതിന്റെ ഇടയിലാണ് MScയുടെ അഡ്മിഷൻ എനിക്ക് ബസേലിയസ് കോളേജിൽ ലഭിക്കാനിടയിൽ. ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് ലഭിച്ചില്ല. അപ്പൊ അഡ്മിഷൻ, അപ്പൊ ആളുകൾ എന്നോട് പറയാ, നീ CSI പേരൻസിന്റെ കൂടെ പോയിരുന്നെങ്കിൽ CMS കോളേജിൽ കിട്ടിയാൽ, ഓർത്തഡോക്സ് ചർച്ചിക്ക് നിൽക്കുമായിരുന്നെങ്കിൽ ബസേലിയസ് കോളേജിൽ കിട്ടിയാൽ ഇപ്പൊ എന്നൊക്കെ ഒരു സംസാരം ഉണ്ടായി. എന്നാൽ ദൈവം അതിന്റെ മധ്യത്തിൽ അത്ഭുതം ചെയ്തു. എനിക്ക് ബസേലിയസ് കോളേജിൽ MSc കെമിസ്ട്രിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഇവിടെ പഠിക്കാനിടയായി. പഠനമെല്ലാം പൂർത്തീകരിക്കാൻ ദൈവം ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു 2002 തോന്നുന്നു. ആ സമയത്ത് ഇനി വിവാഹത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പതുക്കെ ചിന്തിക്കാൻ തുടങ്ങി. വീട്ടിൽ എങ്ങനെ വിവാഹം നടക്കും? അപ്പൊ എൻ്റെ അമ്മ എന്നോട് പറയും, നീ തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നിന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കും, എല്ലാവരും നീ തെറ്റായ കാര്യത്തിന് വേണ്ടിയാവും, നീ പ്രേരണ പോകുന്നറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് അത് അറിയത്തില്ല. നീ ഇങ്ങനെ തന്നെ നടക്കുന്നു, വിവാഹം ചെയ്യാത്ത പെൺകുട്ടി ഇങ്ങനെ തന്നെ ഒരു ബൈക്കും എടുത്ത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ, ശരി അമ്മയുടെ കൺസേണാ, അത് എനിക്കതിനെ ധിക്കരിക്കാൻ കഴിയത്തില്ല. പക്ഷെ
എന്നിരുന്നാലും കർത്താവ് അതിന്റെ എല്ലാം മധ്യത്തിൽ എന്നെ നടത്തി. ഈ 2002 എനിക്ക് തോന്നുന്നു തിരുനക്കര മൈതാനത്ത് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതും IPCയുടെ ജനറൽ കൺവെൻഷനോ മറ്റോ ആണ്. അപ്പൊ എന്നെ ഈ ബ്ലെസ്സിയാണ് അതിനെല്ലാം വിളിച്ചോണ്ട് പോകുന്നത്. ബ്ലെസ്സി അന്ന് ആക്ച്വലി ഫിലദൽഫിയ ചേർച്ചിൽ ഞങ്ങൾക്ക് ഈ പകല് ഒരു സൺഡേ വർഷിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മീറ്റിങ്ങിന് വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോകും. എന്നോട് പറഞ്ഞ നാക്കണ്ടത്തിൽ എന്ന് പറയുന്നത് ഒരു സിസ്റ്റർ അവിടെ വരുന്നുണ്ട്. പുള്ളിക്കാരത്തി ഇന്റർനെറ്റ് ഒക്കെ എന്നോട് ഇങ്ങനെയാ സംസാരിച്ചത്. പുള്ളിക്കാരത്തി ഇന്റർനെറ്റ് ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്ന ആളാണ്. നീ അവരുടെ സാക്ഷ്യം കേൾക്കുന്നത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ, ഞാനും ഈ ബ്ലെസ്സിയും കൂടെ എൻ്റെ ബൈക്കില് അങ്ങോട്ട് കടന്നു. അതായത് തിരുനക്കര മൈതാനത്ത് ആ സമയത്ത് അത് ലേഡീസ് മീറ്റിംഗ് ആണ്, ഉച്ച കഴിഞ്ഞുള്ള ലേഡീസ് മീറ്റിംഗ് ആണ് തോന്നുന്നു. അങ്ങനെ ലേഡീസ് മീറ്റിംഗിൽ ഈ അന്നാക്കണ്ടത്തിൽ സിസ്റ്ററിന്റെ സാക്ഷ്യം കേൾക്കാൻ വേണ്ടി ഞാൻ കടന്നു. ഞാൻ ഓഡിയൻസിന്റെ നടുവിൽ ഇരിക്കുന്നു. ഈ ദൈവദാസി സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കേൾക്കുന്ന ഒരു ഓഡിബിൾ സൗണ്ടാണ്. ഇങ്ങനെ കൈ കൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ കേൾക്കുകയാണ്, ദേ നിന്റെ മമ്മി എന്ന് പറയും. അപ്പൊ ഞാനങ്ങ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിന് മുമ്പ് ഒരു ശബ്ദമില്ല, ഇതിന് ശേഷം ഒരു ശബ്ദമില്ല. ഒരു ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുന്നത് പോലെ ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ കേൾക്കുകയാണ്, ദേ നിന്റെ മമ്മി. ഇത്രയും മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് ആരോടും പറഞ്ഞു. മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക മാത്രം ചെയ്യും. അപ്പോ ഞാൻ എന്നിട്ട് മനസ്സിലാലോചിക്കുകയാണ്, ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്, ദേ നിന്റെ മമ്മി എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം ഈ ബ്ലെസ്സിയുടെ അമ്മ തന്നെ സിസ്റ്ററിന്റെ മോൻ പാസ്റ്ററുമായിട്ടുള്ള വിവാഹം ആലോചന ആ സമയത്ത് ബ്ലെസ്സിയുടെ മമ്മി തന്നെയാണ്. ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഈ ബ്ലെസ്സിയുടെ മമ്മി തന്നെയാണ് വിവാഹാലോചന കൊണ്ടുവരുന്നത്. അങ്ങനെ ആ വിവാഹത്തിനും കുറെ തടസ്സങ്ങളൊക്കെ, ഡാഡി അതിനോട് എതിരായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. 2003 ഫെബ്രുവരി 27 ഞങ്ങളുടെ വിവാഹം നടക്കാനിടയായി. അങ്ങനെ സെയിന്റ് പീറ്റേഴ്സ് മാർത്തോമാപ്പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം നടന്നു. ഇതെല്ലാം ഞാൻ വാസ്തവത്തിൽ ഞാൻ ആ ഓഡിബിൾ സൗണ്ട് കേൾക്കുകയാണ്. മറ്റുള്ള അതിനിടയ്ക്ക് പല വിവാഹാലോചനകൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ ബ്ലെസ്സിയുടെ മമ്മി തന്നെ എനിക്ക് വേറെ വിവാഹങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എന്നുള്ളത് എല്ലാവർക്കും ഒരു ആവശ്യമായി തോന്നി. കാര്യം ഞാനിങ്ങനെ തന്നെ നടക്കുന്നു. മറ്റു ആളുകൾ എന്തൊക്കെയാണ് നമ്മളെ കുറിച്ച് പറയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥനയെന്നും പറഞ്ഞ് ഇറങ്ങി ഒരു ബൈക്കും എടുത്ത് ഞാനിങ്ങനെ പോവാണ്. അപ്പൊ ഇതൊക്കെ അതുകൊണ്ടാണ് പെട്ടെന്ന് വിവാഹത്തിന് വേണ്ടി ചിന്തിച്ച് അങ്ങനെ ഇങ്ങനെയാണ് വിവാഹം. ഇതും എൻ്റെ ജീവിതത്തിലെ മറ്റൊരു സാക്ഷ്യം. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എനിക്കൊരു ആരോഗ്യ പ്രശ്നമുണ്ട്. എനിക്ക് പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. പോളിസിസ്റ്റിക് ഓവറീസ് അതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പീരീഡ്സ്, മന്ത്ലി പീരീഡ്സ് റെഗുലർ ആയിട്ട് വരും. ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റ് തന്നെ മന്ദിരം ഹോസ്പിറ്റലിൽ കടന്നു. ഒരു ലേഡി ഡോക്ടറാണ് എനിക്ക് ട്രീറ്റ്മെന്റ് തന്നത്. അവര് ട്രീറ്റ്മെന്റ് തന്നു. ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് തരുമ്പം ആ ഒരു സമയത്ത് മാത്രം എനിക്ക് പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരും. അത് കഴിയുമ്പം പിന്നെയും അത് പഴയതുപോലെയാണ്, പീരീഡ്സ് റെഗുലറാണ്. പിന്നെ മറ്റൊരു അത്ഭുതം ഇതിന്റെ ഇടയിൽ സംഭവിച്ചത്, ആ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഒരു വർഷം എനിക്ക് ആ പീരീഡ്സ് ഭയങ്കര റെഗുലർ ആയിട്ട് മരുന്നുകൾ കൂടാതെ വരാനായിട്ട് അതെന്റെ അമ്മയെ ചിന്തിപ്പിച്ചു. അങ്ങനെ അമ്മയ്ക്ക് അതൊരു അത്ഭുതമാണ്. ഇതുവരെ അത് പീരീഡ്സ് റെഗുലർ ആയിട്ട് സ്നാനപ്പെട്ട ഒരു വർഷം പീരീഡ്സ് റെഗുലറായി അങ്ങനെ വന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് അപ്പോഴും പീരീഡ്സ് ആ സ്നാനപ്പെട്ട് ഒരു വർഷം ഇത് റെഗുലർ ആയിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെയും ഇച്ചിരി പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ഈ പോളിസിസ്റ്റിക് ഓവറീസിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആളുകൾ പ്രഗ്നന്റ് ആവത്തില്ല, പ്രഗ്നൻസി ഉണ്ടാവത്തില്ല, അതാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. അതാണ് ഇതിന്റെ പ്രോബ്ലം. അതുകൊണ്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് ഒരു ദിവസം ഒരു സന്ധ്യാസമയത്ത് എനിക്ക് തോന്നുന്നു
മാങ്ങാനം ജോൺസൺ പറയുന്ന ദാസ്, മാങ്ങാനം ജോസഫ് പറഞ്ഞ ശ്രേഷ്ഠനായ ദേവദാസന്റെ ഒരു മോനാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ സമയത്ത് അന്നേരം മമ്മി അന്ന് എന്നോട് പറഞ്ഞു, നീയും കൂടെ ഞങ്ങളുടെ കൂടെ ആ കൺവെൻഷന് പോകാന്ന് പറഞ്ഞു. മമ്മിയാണ് പാസ്റ്ററിന്റെ എന്നെ ആ മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോ അവിടെ ശക്തമായ ആരാധന നടന്നു. അപ്പോ ഞാനും ആ ആരാധനയിൽ പങ്കുകൊണ്ടു. എനിക്കറിയാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് എനിക്കറിയാം. എന്നാൽ ഞാൻ ആ ആരാധനയിൽ പങ്കെടുത്തു. ഞാൻ അങ്ങ് മതിമറന്ന് കർത്താവിനെ ആരാധിച്ചു. എനിക്ക് ഇങ്ങനെ അങ്ങനെ ആരാധിക്കാൻ എനിക്ക് അല്പം ഒരു മടി പോലെയാണ്. മറ്റുള്ള ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ദിവസം അതിശക്തമായി, ചുറ്റുപാട് നിൽക്കുന്നവരെ ഒന്നും നമുക്ക് അറിയത്തില്ല, എല്ലാം അപരിചിതരാണ്. ഞാൻ അതിശക്തമായി കർത്താവിനെ തുള്ളി ചാടി അങ്ങ് ആരാധിച്ചു. എനിക്കറിയാം എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ എൻ്റെ ഉള്ളിൽ മനസ്സിലാക്കി. ഞാൻ മറിഞ്ഞു വീഴുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. എങ്കിലും എൻ്റെ ആത്മാവിൽ എനിക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു. എൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം, എന്തോ ഒരു വിടുതൽ എൻ്റെ ഉള്ളിൽ സംഭവിച്ചതുപോലെ എനിക്ക്. എന്നാൽ അതിൻ്റെ അടുത്ത മാസം തന്നെ പ്രഗ്നന്റായി. അങ്ങനെ 2004 നവംബർ 30 എൻ്റെ മൂത്ത മോള് ഉണ്ടാകുകയാണ്. അവളിന്ന് കിർഗിസ്ഥാനിൽ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം 2008 മാർച്ച് 28 എൻ്റെ മോനെ കർത്താവ് എനിക്ക് തന്നു. നാളുകൾക്ക് മുമ്പ് കർത്താവിനോട് ആലോചന വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് പോളിസിസ്റ്റിക് ഓവറീസിന്റെ പ്രശ്നമുണ്ട്. ആ സമയത്ത് ഈ പാക്കൽ കവലയിലുള്ള ദേവദാസിയാണ് ആ സഹോദരി എന്നോട് ആലോചന പറഞ്ഞു. സാറാബായി എന്ന് പറഞ്ഞ അമ്മച്ചിയാണ്. ആ അമ്മച്ചി എന്നോട് ആലോചന, നിനക്കൊരു മകനെയും ഒരു മകളെയും ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉള്ളിൽ ഈ പ്രശ്നമുണ്ട്, പോളിസിസ്റ്റിക് ഓവറീസിന്റെ പ്രോബ്ലം എനിക്കുണ്ട്. ആ സമയത്താണ് ഈ ആലോചന. എന്നാൽ കർത്താവ് വിശ്വസ്തൻ, ആലോചനയെ കർത്താവ് തക്ക സമയത്ത് വർദ്ധിച്ചു. ഇതിന്റെ ഇടയ്ക്ക് വേറെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമയത്ത് എന്റെ പേരൻസ് രണ്ടുപേരും സ്നാനപ്പെടാനായിട്ടിടയായി. അത് സംഭവിക്കുന്നത് പേരൻസ് സ്നാനപ്പെടുന്നത് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടത്. എൻ്റെ ഫാദറിന് ആരോ സ്നാനത്തെ പറ്റി ഒരു പുസ്തകം വായിക്കാൻ കൊടുത്തു. ഫാദർ ഒരാഴ്ച എടുത്ത് ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കാനായി. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ സ്നാനം ആവശ്യമാണ് ഫാദറിന് ബോധ്യപ്പെട്ടു. എന്നാൽ അതേ സമയത്ത് തന്നെ എൻ്റെ മാതാവിന് ഒരു ദർശനം ഉണ്ടാകുകയാണ്. അമ്മ കോഴഞ്ചേരിക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞു, അർത്ഥമായിട്ടാണ്. കോഴഞ്ചേരി പള്ളി, ഈ മാരാമൺ കൺവെൻഷനൊക്കെ ഫേമസ് ആയിട്ടുള്ള മാരാമൺ കൺവെൻഷനൊക്കെ നടക്കുന്ന ആ ഇടവക ആണ് അമ്മയുടെ മാതൃ ഇടവക എന്ന് പറയുന്നത്. അവിടെ ഒരു പാസ്റ്റർ ആ വെള്ളത്തിൽ, ആ പമ്പ നദിയിൽ, ഒരു ഫുൾ സ്ലീവ് ഉള്ള ഷർട്ടൊക്കെ ഇട്ട് ഒരു ദേവദാസ്, ഒരു പാസ്റ്ററാണ്. നമുക്ക് സ്വപ്നത്തിൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ പാസ്റ്റർ അമ്മയെ വെള്ളത്തിൽ മുഴുകൽ സ്നാനം ചെയ്യുന്നതായിട്ട് അമ്മ ദർശനം കാണും. ഇത് രണ്ടും സംഭവിക്കുന്ന ഒരേ ആഴ്ചയാണ്. ഈ ഒരേ ആഴ്ചയിൽ ഇത് രണ്ടും സംഭവിക്കുകയും ഇവര് രണ്ടുപേരും സ്നാനപ്പെടാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യും. ഒരേ സെയിം ആഴ്ച. നേരത്തെ ഞാൻ ആ വിശ്വാസത്തിലേക്ക് ഇറങ്ങി ആ സമയത്ത് ഇവർക്ക് വേണ്ടി രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അന്നേരം ഒക്കെ കർത്താവിനോട് ചോദിക്കുന്നത്, എന്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇത് നടക്കുവോ, എന്നെങ്കിലും ജീവിതത്തിൽ നടക്കുവോ? കാര്യം ഇവർ അതുപോലെ സ്നാനത്തിന് എതിരായിട്ടാണ് ആയിരിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ ഈ ഒത്തിരി പാസ്റ്റേഴ്സ് വീട്ടിൽ ഇവരിങ്ങനെ ഒരു ചിന്താ കുഴപ്പത്തിലായിരുന്ന ഒരു സമയത്ത്, ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സമയത്ത് ഒത്തിരി പാസ്റ്റേഴ്സ് കടന്നു അവരവരെ ഓരോ ചർച്ചിലേക്ക് വിളിച്ചത്. അവരെ അത് വളരെ മോശമായിട്ട് അവരുടെ ഹൃദയത്തിൽ അത് വല്ലാത്തൊരു ചിന്തയാണ് വന്നത്. അത് നിമിത്തം അവർക്ക് ഈ മാർഗത്തോട് തന്നെ, സ്നാനത്തോടും എല്ലാവർക്കും വിരോധമായിട്ട് സമയത്താണ്, അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം. കർത്താവ് ഒരാളോട് ദൈവം വചനത്തിലൂടെ ഇടപെടുകയാണ്. ഒരു പുസ്തകം വായിച്ചാണത് ഇടപെടുന്നത്. ആരോ കൊടുത്ത ഒരു പുസ്തകമാണ്. അങ്ങനെ അദ്ദേഹം കൊടുത്തൊരു പുസ്തകം വായിക്കുക, അമ്മ അതുപോലെ അതേ സമയത്ത് തന്നെ അതാണ് അതിനകത്ത് ഏറ്റവും വളരെ അത്ഭുതകരമായ ഒരു കാര്യം. ഒരേ ആഴ്ചയിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പാമ്പാടിയിൽ ഒരു ചർച്ചിൽ പോയി ഇവര് രഹസ്യമായി സ്നാനപ്പെടും. ഇവർക്ക് പക്ഷെ എന്നിട്ട് ഇവര് ആ CSI പള്ളിയിൽ പോവുക, അതിനുശേഷമാണ് CSI പള്ളി
ഈ സ്നാനം കഴിഞ്ഞിട്ട് അവര് ഇത് രഹസ്യമായിട്ട് ഈ സ്നാനം നടത്തിയിട്ട് CSI പള്ളി. എന്നാൽ അതിനുശേഷം ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ സൺഡേയിലും ഇവര് അന്ന് ആ സമയത്ത് മമ്മിയുടെ വീട് കറ്റോട് ആരാധന ഉണ്ടായിരുന്നു. കുറച്ച് ആളുകളൊക്കെ വരത്തുള്ളൂ, ചെറിയൊരു ചർച്ച. അന്ന് അവിടെ ആരാധന കഴിഞ്ഞ് എല്ലാ സൺഡേയിലും ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ ഞങ്ങളുടെ ഭവനത്തിൽ, ചിങ്ങവനത്തുള്ള ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു പാസ്റ്റർ ബൈബിൾ ക്ലാസ് എടുക്കുകയും ആ ബൈബിൾ ക്ലാസ്സിൽ ഈ സ്നാനം അവർ ഓൾറെഡി ചെയ്തതാണ്, എന്നാൽ വേർപാടിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ ദൈവാത്മാവ് ദൈവദാസനിലൂടെ ആ ഭവനത്തിന് കൊടുക്കുകയും അങ്ങനെ അവര് വേർപെടാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം സഹോദരിമാർ രണ്ടുപേരും അവര് വേർപെട്ടു, അവരുടെ വിവാഹങ്ങൾ നടന്നു. ദൈവദാസന്മാരുമായിട്ടാണ് ഇവരുടെയൊക്കെ വിവാഹം നടന്നത്, രണ്ടുപേരുടെയും. അങ്ങനെ ഇതെല്ലാം ദൈവം അത്ഭുതകരമായിട്ട് നടത്തി എന്നെ വഴി നടത്തി. ദൈവം എന്നെ നടത്തിയ വഴികൾ ഞാനിങ്ങനെ അരമണിക്കൂർ കൊണ്ട് ഇത് പറഞ്ഞു തീർത്തെങ്കിലും ഇതിനകത്ത് ഇടയിൽ ഒത്തിരി ഞാൻ സമയത്തിന്റെ കുറവ് കൊണ്ട് പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ അത്ഭുതകരമായി നടത്തി. ഇന്ന് കർത്താവിന്റെ ദാസൻ അനിപാസ്റ്റർ ചർച്ചിലെടുത്തത് എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് പറയുന്നത്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നത്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അറിയാം. ആ വാക്യങ്ങൾ പൗലോസ് ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് അത് പറയുന്നത്. ആ നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. വാസ്തവത്തിൽ അത് ജീവിതത്തിൽ വലിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏത് വഴിയിലൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ആരുമായിട്ടാണ് ഇടപെടേണ്ടത്, നമ്മൾ എന്താണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഇത് നമ്മൾക്ക് ശരിയായ ഒരു ഗൈഡൻസ് നമുക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് വലിയ പ്രയാസമായി തീരും. ഈ ഗൈഡൻസ് കർത്താവ് എന്റെ ജീവിതത്തിൽ, എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് കർത്താവ് ഓരോ നിമിഷവും ഈ ഗൈഡൻസ് തന്നതിന് വഴി നടത്തിയത് കൊണ്ടാണ് ഇത്രത്തോളം കർത്താവ് എത്തിച്ചേരുവാൻ ദൈവം ഇടയാക്കിയത്. ഈ ഓരോ നിമിഷവും കർത്താവ് ആവശ്യമുള്ള ഗൈഡൻസ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു. എബ്രായർ 5-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നത്, അവൻ ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് അവിടെ പറയുന്നു. ക്രിസ്തുവിനെ കുറിച്ച് പ്രവചനങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. എന്നിട്ടും കർത്താവ് തന്നെ തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം അവന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ക്രിസ്തുവിന് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അവനിങ്ങനെ കരഞ്ഞു നിലവിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവനെ കുറിച്ച് പ്രവചനങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുകയല്ലേ. പിതാവ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയില്ലയോ? പക്ഷെ എന്നിട്ടും കർത്താവ് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നുവെന്ന് കർത്താവിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കും. കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ അവൻ ഒരു നിത്യമായ ഒരു രക്ഷാമാർഗം ഉണ്ടാക്കാനാണ് കർത്താവ് വന്നത്. ഞാൻ ചിന്തിക്കുന്നത്, ഈ കർത്താവിനെ ക്രൂശിൽ കയറ്റുന്നതിന് മുമ്പ് അവനെ കുറെ 40 അടി 5 പ്രാവശ്യം അവനെ അടിച്ചു. 40-ൽ 1 കുറച്ച്, അതായത് 35 ഗുണം 5 അത്രയും അടി കർത്താവിനെ അടിച്ചു. ആ അടിയിൽ അവൻ മരിച്ചുപോയി. അവന്റെ പുറമെല്ലാം ഉഴവുചാല് പോലെയാണ്. ആ അടിയിൽ അവൻ തീർന്നു പോകേണ്ടതാണ്. സാധാരണ മനുഷ്യനാണെങ്കിൽ അവനെ ആ അടിയിൽ ആളുകൾ തീർന്നു പോകും. അത്രയും ഭയങ്കരമായ ദേഹ ഉപദ്രവമാണ് ചെയ്തത്. എന്നാൽ
ആ മരത്തിന്മേൽ തൂങ്ങിയാൽ മാത്രമേ നമ്മുടെ മനുഷ്യ രാശിക്ക് വിമോചനമുള്ളൂ. മനുഷ്യരാശിക്ക് മരത്തിന്മേൽ തൂങ്ങി ആ പിതാവിനോട് ഈ ലോകത്തെ അടുപ്പിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ ആ രക്ഷാ പദ്ധതി സംഭവിക്കണമെങ്കിൽ കർത്താവ് മരത്തിന്മേൽ തൂങ്ങണം. ഈ അടിയിൽ അവൻ മരിച്ചു പോയിരുന്നെങ്കിൽ ആ രക്ഷാ പദ്ധതി സംഭവിക്കുകയില്ലായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ച് ഈ ലോകത്തിൽ അവൻ ചെയ്യേണ്ട ശുശ്രൂഷ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അവൻ ആ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചതാണ് അതിന്റെ ആ ആത്മീയമായ ആ വലിയ വിജയത്തിന്റെ പിന്നിലെ രഹസ്യമെന്ന് ഞാൻ ചിന്തിക്കുക. സ്തോത്രം. അങ്ങനെ ഞാൻ ദൈവജനത്തോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഒരു പ്രശ്നം വന്നിട്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കാതെ ആ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അതിനെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് കർത്താവിന്റെ മുമ്പിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മുമ്പിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തും. ആ വെളിപ്പെടുത്തലുകൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രാർത്ഥനയും ക്രമീകരിക്കുകയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ദൈവിക ബലം നമ്മൾ ആർജിച്ചാൽ നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ആ ഓട്ടം നമുക്ക് കൃത്യമായി ഓടി നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കും. ഈ സമയത്തൊക്കെയും ഞാൻ അനുഭവങ്ങൾ പങ്കുവച്ചു. എന്നാൽ ഈ സമയത്തൊക്കെയും ആ ശരിയായ പാതയിൽ എന്നെ വഴി നടത്തിയത് ഒരു അത്ഭുതം. കർത്താവിന്റെ ദാസിയെ അന്ന് ആ മീറ്റിങ്ങിൽ ഞാൻ കാണാനിടയായി. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ ആ മീറ്റിംഗ് മിസ്സായാൽ എനിക്ക് ആ ദൈവശബ്ദം കേൾപ്പാനിടയാകും. അപ്പൊ പിശാചിന് എന്നെ മറ്റൊരു രീതിയിൽ എന്നെ ഞാൻ പറഞ്ഞ ആ സമയത്ത് എനിക്ക് ഒത്തിരി വിവാഹങ്ങൾ അങ്ങ് കടന്നു തരിക. അങ്ങനെ എന്നെ തെറ്റിച്ചു വിടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ പാടില്ല. നമ്മളെ കുറിച്ച് പിശാച് നമ്മുടെ മുമ്പിൽ ചില സമയത്ത് ഒത്തിരി വഴികൾ അങ്ങ് തുറക്കും. നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആകും, നമ്മൾ ഏത് വഴിക്കൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ വഴി നടത്തുന്നത്. ദൈവാത്മാവ് ഒരു എലയാസർ ആ ഇസഹാക്കിന് ആ പെൺകുട്ടിയെ എത്തിക്കാനായിട്ട് ആ എലയാസറിനെ ദൈവം അയച്ച ആ എലയാസറിനെ ദൈവം തക്ക പാതയിലൂടെ ആ വഴി നടത്തി കൃത്യമായി ദൈവം വെച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ അടുക്കിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. ഇത് നമുക്ക് ചെയ്തു തരേണ്ടത് പരിശുദ്ധാത്മാവ്. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്തു തരണമെങ്കിൽ നമ്മുടെ ചെവി അവന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മളൊന്ന് ട്യൂൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഓരോ റേഡിയോ സ്റ്റേഷൻ ഓരോ ഫ്രീക്വൻസിയാണ്. ഓരോ റേഡിയോ സ്റ്റേഷൻ ഓരോ ഫ്രീക്വൻസി, ഓരോ റേഞ്ച് അതിന്റെ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിക്ക് അനുസൃതമായി നമ്മുടെ ആ റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റേഡിയോ നിലയത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനോട് ഈ ദിവസങ്ങളിലൊന്ന് ട്യൂൺഡായി തീരുക നമുക്ക് ഇടയാകട്ടെ. ദൈവാത്മാവ് അതിനായിട്ട് ഈ ദിവസങ്ങൾ, ഈ നാളുകളിൽ പിശാച് ദൈവജനത്തെ തെറ്റിക്കാൻ വേണ്ടി അവൻ മുഴുബലം എടുത്തുകൊണ്ട്, അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി അവൻ മുഴുബലം എടുത്തുകൊണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുവാൻ, നമ്മളെ തെറ്റിച്ച് കളയുവാൻ, നമ്മളെ റൂട്ട് തെറ്റിക്കുവാൻ, നമ്മളെ വഴിമാറ്റി വിടാൻ, ഡിസ്ട്രാക്ട് ചെയ്യുവാൻ അവനിങ്ങനെ പദ്ധതികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ദൈവദാസന്മാരെ പോലും അവൻ കരങ്ങളിലെടുത്ത് ചില സമയത്ത് ആലോചനകൾ മറിച്ചു കളയും. ചിലപ്പോൾ നമ്മളെ തന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ഏതാണ് എടുക്കേണ്ടത്, ഏതാണ് നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന വഴി, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാത്ത വിധത്തിൽ പലപ്പോഴും ചില സമയങ്ങളിൽ അവൻ നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ഈ സമയത്ത് കൃത്യമായി എന്നോടൊന്ന് ഓഡിബിൾ സൗണ്ടാ ഞാൻ കേട്ടത്. ഒരു ശബ്ദമാ, ഒരല്പമേ ഞാൻ കേട്ടുള്ളൂ, പക്ഷെ അതൊരു ഓഡിബിൾ സൗണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയാ ദൈവജനം. അത് അങ്ങനെ നമ്മൾ ആ സമയത്തൊക്കെ വളരെ ഞാൻ ദൈവാത്മാവിനോട് വളരെ ഒത്തിരി ചേർന്നാ നടക്കുന്ന കാര്യം തന്നെ നിൽക്കുന്നു. ഭവനവും എല്ലാവരും എതിരായിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് പിശാചിങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാണുന്നില്ലെങ്കിലും ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ,
എന്നെക്കുറിച്ച് മോശമായ എന്തെങ്കിലും പ്രചരിപ്പിക്കുവാൻ ഒക്കെ, തെറ്റായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഒക്കെ പിശാച് നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ സമയത്ത് എന്നെ കൃത്യമായി എന്റെ ദൈവം എന്നെ വഴി നടത്തിയത് ഒരത്ഭുതം. എന്റെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഓരോ ദിവസവും എനിക്ക് ആലോചന പറഞ്ഞത്, എന്നെ കൃത്യമായി വഴി നടത്തിയത്. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആദ്യമായിട്ട് ഫിലദൽഫിയ ചർച്ചിൽ പോകുന്ന സമയത്ത് ഞാനും എന്റെ സിസ്റ്ററുമായിട്ട് തമ്മിൽ ചെറിയൊരു ഇന്ന് എന്റെ ചാണ നിന്റെ ചാണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമ്മയെ കൊണ്ട് അന്നേരം പറയിപ്പിക്കുകയാണ്, എന്നാ ഇന്ന് പൊക്കോ, എന്നാ ഇന്നങ്ങ് പോ എന്ന് പറയുന്ന ഉടനെ അതൊരു ചെറിയ ശബ്ദമാ, പക്ഷെ ആ ഒരു ശബ്ദം അതാണ് എൻ്റെ അന്നത്തെ ആ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അന്നാണ് ഞാൻ ചർച്ചിൽ ആദ്യമായിട്ട് പോകാൻ, ജീവിതത്തിൽ ആദ്യമായ ഒരു പെന്തക്കോസ് ആരാധനയിൽ അന്ന് ഞാൻ സംബന്ധിക്കുക. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്യുന്ന സമയത്തല്ലാതെ ഇന്ന് വരെ എൻ്റെ ആരാധന മുടക്കാൻ ദുഷ്ടം കഴിഞ്ഞിട്ടില്ല. ദൈവം അത് അന്ന് തുടങ്ങിയതാണ്. എന്നാൽ അത് ആ ടേണിംഗ് പോയിന്റ്. ആ ഒരു ശബ്ദം അന്ന് എനിക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടത്തില്ല. ആ ഒരു സമയത്ത് എനിക്ക് അല്ലാതുള്ള വിവാഹങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്, ഈ CSI ചർച്ച് ഒക്കെയുള്ള വിവാഹങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. എന്നാൽ കർത്താവ് എന്നെ കൃത്യമായി വഴി നടത്തുകയാണ്. അങ്ങനെ നമ്മൾ അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ പാത അങ്ങ് നിരപ്പാക്കും. അവന് ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മളെ തെറ്റിച്ചു കളയാതെ ആ കൃത്യമായ വഴിയിലൂടെ നമ്മളെ നടക്കാൻ പരിശുദ്ധാത്മാവാ നമ്മളെ സഹായിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാ, ഇതൊരു അത്ഭുത പ്രവൃത്തിയാ. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, സ്റ്റേ ട്യൂൺ ടു ദ ഹോളി സ്പിരിറ്റ്, സ്റ്റേ ട്യൂൺ ടു ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആ ശബ്ദത്തിനോട് നമ്മളൊന്ന് ട്യൂൺ ചെയ്യുവാണ്, നമ്മളെ എത്തിക്കേണ്ടിടത്ത് അവൻ എത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് വേറെ ആരും ചിലപ്പോൾ ഗൈഡൻസ് പറഞ്ഞു തരാൻ ആളില്ലായിരിക്കും. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റും കാണുമായിരിക്കും. നമുക്ക് അത്ര വലിയ ആത്മീയമായ പരിജ്ഞാനം വിവേകം ഒന്നുമില്ലായിരിക്കും. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിലും ഇതിന്റെ നടുവിലൂടെ നമുക്ക് കൃത്യമായ ഒരു വഴി തന്ന് നമ്മളെ വഴി നടത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. ഈ പകൽ ദൈവജനം ആ ശബ്ദത്തിന്റെ മുമ്പാകെ, ആ ഗൈഡൻസിന്റെ മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതിലൂടെ ദൈവം നമ്മളെ വഴി നടത്തും. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവ് തക്ക സമയത്ത് എത്തിക്കേണ്ടിടത്ത് നമ്മളെ എത്തിക്കും. ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് തന്ന സാക്ഷ്യത്തിനായിട്ടും അത് പ്രസ്താവിപ്പാൻ ഇന്ന് തന്ന അവസരത്തിനായിട്ടും ഞാൻ നന്ദി പറയുന്നു. പ്രിയ ബീനാൻജിയോടും ആ ടീമിനോടും എല്ലാം ഉള്ള നന്ദി ഈ പകൽ ഞാൻ അറിയിക്കുന്നു. കർത്താവ് സഹായം. അനുഗ്രഹീതമായ സാക്ഷ്യമായിരുന്നു. ഞാന് ഈ സാക്ഷ്യം കേട്ടപ്പോ ഞാൻ എന്റെ തന്നെ കാര്യങ്ങൾ എന്നെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുമായിരുന്നു. സെയിം ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇറങ്ങി അപ്പൻഡിക്സിന്റെ കാര്യം പറഞ്ഞു, ഒറ്റയ്ക്ക് പള്ളിക്കൂട്ടായ്മയ്ക്ക് പോയി, പിന്നെ പീരിയഡ്സ് ടൈമിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം സെയിം ഒരു അനുഭവത്തിലൂടെ പോയ പോലെ എനിക്ക് തോന്നി. എന്റെ ജീവിതത്തിലും ഇതേപോലുള്ള അനുഭവങ്ങളായിരുന്നു. എനിക്ക് അപ്പൻഡിക്സൈറ്റ്സ് സർജറി ചെയ്തതാണ്. അത് പൊട്ടിപ്പോണ്ട അവസ്ഥകൾ വന്നു, കുറേ കോംപ്ലിക്കേഷനുകളൊക്കെ വന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ആദ്യമായിട്ട് ഇറങ്ങുന്നവർക്കൊക്കെ കർത്താവ് ഇങ്ങനെ കുറെ സംഭവങ്ങൾ കൊടുക്കും. സ്തോത്രം. അതൊക്കെ പിന്നീട് നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിപ്പിക്കുന്നത്. സ്തോത്രം. ഒരിക്കലും നമ്മളെ ദോഷത്തിനായിട്ടല്ല പരീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഇത് എന്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിച്ച എന്റെ പേരൻസിന് എന്നോട് കുറെ മനസ്സിലിവ് തോന്നാനൊക്കെ കാര്യങ്ങളൊക്കെ ആയി. ഞാനൊരു ജ്ഞാനായ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിയത്, കുറെ അടിയിടിയൊക്കെ കൊണ്ടതാ, ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയതാ. പക്ഷെങ്കിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അന്ന് അടി കൊണ്ട വേദനയൊക്കെ ഇന്ന് എനിക്ക് സന്തോഷത്തിന്റെ അടി പോലെ തോന്നുന്നത്. കാരണം അവരൊക്കെ ഇന്ന് കൃപയിലായി, ഈ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. അതേപോലെ ഇപ്പം സിസ്റ്റർ സൂനം പറയുവാൻ തക്കവണ്ണം ഇടയായി. ഇപ്പൊ അനിയത്തിയും കുടുംബവും ഒക്കെ അവരൊക്കെ വിശ്വാസത്തിലാണല്ലോ, അല്ലേ? പക്ഷെ പപ്പായുടെ മറ്റു സഹോദരങ്ങളോ അമ്മയുടെ മറ്റു സഹോദരങ്ങളോ ഒന്നും വിശ്വാസത്തിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ല. സ്തോത്രം.
കർത്താവിന്റെ ടൈമിൽ എല്ലാവരെയും കൊണ്ടുവരുമെങ്കിലും എന്റെ ഭവനത്തിലും ഞാൻ ചിന്തിക്കും പലരും വന്നിട്ടില്ലായിരുന്നു എങ്കിലും എന്റെ പപ്പയും എന്റെ മൂത്ത ചേച്ചിയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും കർത്താവ് കൊണ്ടുവന്നു. പക്ഷേ ജ്യേഷ്ഠാന്യന്മാർ അവരാരും അങ്ങനെ വന്നിട്ടില്ല എങ്കിലും അച്ഛന്മാരൊക്കെ ഉള്ള ഫാമിലിയാണ് ഇപ്പോഴും. എങ്കിലും കൃപയാൽ ഓൾമോസ്റ്റ് കർത്താവ് ആൾക്കാരെയൊക്കെ തന്നുകൊണ്ടിരിക്കുന്നു. കൃപയാൽ ഈ സത്യം എന്തെന്ന് അവരുടെയൊക്കെ ഉള്ളത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഒരു അവസരങ്ങളെ ദൈവം ഒരുക്കി കൊടുക്കുക. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്ക് വളരെ സന്തോഷം തോന്നി. മാത്രമല്ല ഒരു കൺവെൻഷന് പോയപ്പോൾ ഇതാ നിന്റെ മമ്മി എന്നുള്ള ഒരു സൗണ്ട് കേൾപ്പിച്ചത്, അതൊരു ഭയങ്കര അല്ലേ, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ഒരു കർത്താവ് ഉറപ്പിക്കുകയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ അറിവിന്റെ പരിമിതികളുണ്ട്. നമ്മുടെ അറിവിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും കർത്താവ് വ്യക്തമായിട്ട് ഒരു മനുഷ്യന്റെ ശബ്ദത്തിലൂടെ നമ്മളോട് ഇടപെടും. അതാണ് പിന്നീട് അതിന്റെ യാഥാർത്ഥ്യത്തിൽ വന്ന് എത്തുകയും ചെയ്തു. അത് വളരെ ഒരു മിറക്കിളായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, അത് ശരിക്കും സുനത്തിന് കർത്താവ് തനിച്ചാണല്ലോ. അപ്പം തനിച്ചായിരിക്കുന്ന അവസ്ഥയില് കർത്താവ് കരുതിയിട്ടുണ്ട്, ഒരു മമ്മിയെ കരുതിയിട്ടുണ്ട് എന്നുള്ളത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വർദ്ധിക്കേണ്ടതിന് തന്നതായിരിക്കാം. പക്ഷെ ഒരിക്കലും വിചാരിച്ച് കാണത്തുമില്ല ഇങ്ങനെ ഒരു വിവാഹം നടക്കുമെന്നും. വിചാരിച്ചില്ല. അപ്പോ കർത്താവ് എത്ര വിശ്വസ്തനാ അല്ലേ, കർത്താവിന്റെ കൃപ. ഞാൻ ചിന്തിക്കുന്നത് ദൈവം എത്ര വലിയവനാ. നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ, നമ്മുടെ വഴികളല്ല കർത്താവിന്റെ വഴികള്. ഇതൊക്കെ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് ഞാൻ ചിന്തിക്കും, കർത്താവെ നിന്റെ ഇത് പറയുന്നത് കർത്താവിന്റെ ബുദ്ധിയെ കുറിച്ചും തന്റെ ബുദ്ധി എത്ര അപ്രമേയം. അവന് മന്ത്രിയായിരുന്നവനാ. സ്തോത്രം. ഇതൊക്കെ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് ഞാൻ തന്നെ ചിലപ്പോ ആത്മാവിലായി പോകും. കാരണം അത്രമാത്രം കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം. ഇതിനൊക്കെ ചിലപ്പോ ഞാനും ചിന്തിക്കും ഇതിനൊക്കെ എന്താ യോഗ്യത. പക്ഷെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം അനുനിമിഷങ്ങളിൽ ജീവിതത്തിൽ വെളിപ്പെടുത്തി കർത്താവ് ഇത്രത്തോളം നടത്തുന്നു. പിന്നെ തുടർന്ന് മക്കളുടെ കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് പറഞ്ഞില്ലല്ലോ. മോളിപ്പം മെഡിസിന് പഠിക്കുന്നു, കിർഗിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മെഡിസിന് പഠിക്കുന്നു. മോന് 11ാം ക്ലാസ്സിലൂടെ എക്സൽഷ്യസ് മെഡിക്കൽ അവിടെ പഠിക്കുന്നു. കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്താണ് പഠിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മമ്മിയും പപ്പയും ഇപ്പോഴേ അവര് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കുന്നു. സ്തോത്രം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഇനിയും അനുഭവ സാക്ഷ്യങ്ങൾ പലതും പറയുവാനുണ്ടല്ലോ ജീവിതത്തിൽ. അനുനിമിഷം കർത്താവ് നടത്തുന്ന വിധങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. എങ്കിലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊത്ത സമയം ചെലവഴിപ്പാൻ കർത്താവ് അനുവദിച്ചു. അതിന് സിസ്റ്ററും മനസ്സ് വെച്ചു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചതില്. ഒരു പക്ഷെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവിന്റെ സ്നേഹം ഏതൊക്കെ നിലകളിലൂടെ നമ്മളിലൂടെ വെളിപ്പെടുത്തി കൊടുക്കാമോ ആ നിലകളിലൂടെയൊക്കെ അനേകായിരങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറുകയാണ്. കർത്താവിന്റെ ദാസിയെയും ഈ ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. ഇപ്പോൾ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? അതെ, പള്ളിക്കൂടം സ്കൂള് കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്ന സ്കൂളില് ഞാനൊരു കെമിസ്ട്രി ടീച്ചറായിട്ട് ഇപ്പം വർക്ക് ചെയ്യുകയാണ്. 7, 8, 9, 10 ഇങ്ങനെ ഈ ക്ലാസ്സുകളിലൊക്കെ മിഡിൽ സ്കൂളും ഹൈസ്കൂളും എനിക്കുണ്ട്. ഞാൻ ഇപ്പൊ അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ എനിക്കറിയാം കർത്താവ് ഞങ്ങളെ പൂർണ്ണസമയ സുവിശേഷ വേലയിലേക്ക് കർത്താവ് കൊണ്ടുവരും. അതിനായിട്ട് തക്കതായിട്ടുള്ള ഒരു കർത്താവ് ചില കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ മാറ്റി കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തെ ചർച്ച ഉണ്ട് അവിടെ, ചെറിയൊരു ചർച്ചാണ് അവിടെ. ദേവദാസൻ ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ കടന്നു പോകുന്നു. എന്നാൽ കർത്താവ് തക്ക സമയത്ത് ഒരു പൂർണ്ണമായൊരു സുവിശേഷ വേലയിലേക്കും ഞങ്ങളെ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് തന്റെ സമയത്ത് നമ്മളെ അവന്റെ വേലയ്ക്കായിട്ട് ഇറക്കട്ടെ. ഇപ്പോഴും നമ്മളാക്കിയിരിക്കുന്നിടത്ത് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു അധ്യാപക വൃത്തി എന്ന് പറയുന്നത് എത്ര കുട്ടികളെ നേടുവാനുള്ള ഒരവസരം കൂടിയാണ്. ഞാനും ശരിക്കും പറയാമെങ്കില് ഛത്തീസ്ഗഡിൽ ഇതുപോലെ അധ്യാപക വൃത്തി ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് വിട്ടിട്ടാണ് ഫുൾ ടൈമിലേക്ക് കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ തക്ക ഇവിടെയായത്.
ആ ടൈമിൽ മറ്റൊരു തലത്തിലൂടെയാണ് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. ഇതേപോലെ ICPF, അന്ന് ICPF ഇല്ല, അന്ന് EUവിന്റെ പ്രവർത്തനമാണ് ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് കോളേജുകളില്. ഞാൻ ചൈൽഡ് ഇവാഞ്ചലിസത്തിലൂടെ രക്ഷിക്കപ്പെട്ടു. പിന്നെ EUവിലൂടെ കോളേജിൽ കർത്താവിന്റെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ കർത്താവിന്റെ നാമത്തിന് മഹിമയ്ക്ക് ഉപയോഗിക്കപ്പെട്ടു. പിന്നീട് ഈ പറഞ്ഞതുപോലെ അധ്യാപക വൃത്തിയിലേക്കും ഒരു മിഷണറി ആയിട്ട് കടന്നുപോയി. ആ കൂട്ടത്തിൽ ആ ഒരു അധ്യാപക വൃത്തി ചെയ്ത് കർത്താവിന്റെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി നിന്നുവെങ്കിൽ അതും ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളിലൂടെ ഈ കർത്താവ് പല കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എന്റെ കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഓർക്കും, ഒരു ടീച്ചിങ് പ്രൊഫഷനായിട്ട് ഇരുന്നത് അത് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് പലപ്പോഴും. കാരണം പല സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കത് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഞാനത് കൗൺസിലിംഗ് ഫീൽഡിലേക്ക് വന്ന അത് അന്നത്തെ ഒരു കാര്യം വരുമ്പോൾ എനിക്കത് ഒത്തിരി പ്രയോജനമാണ്. കാരണം ആൾക്കാരെ ഡീൽ ചെയ്യുവാനും കുട്ടികളെ ആണെങ്കിലും കയ്യിലെടുക്കാനും ഒക്കെ പല കാര്യങ്ങൾ അതൊരു പ്രയോജനമായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരും അധ്യാപകരാണല്ലോ. തീർച്ചയായിട്ടും കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. കർത്താവ് ഫുൾ ടൈമിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അതിനധികം താമസങ്ങളൊന്നുമില്ല. എങ്കിലും കർത്താവിന്റെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി ഒറ്റ കാര്യം കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്, അല്പത്തിൽ വിശ്വസ്തനെ കർത്താവ് അധികത്തിൽ വിചാരകനാക്കുമെന്ന. നമ്മെ ആക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരായിട്ടിരിക്കുക. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോ ആ അളവിൽ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ പ്രേക്ഷകരെ, കർത്താവിന്റെ ദാസരുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. ഇന്ന് രാത്രികാലം ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിനും വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. ഏകരായി ഇറങ്ങിയവരാരെങ്കിലും ഈ സാക്ഷ്യം കേട്ടിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സന്തോഷത്തിന്റെ ആമേൻ ഒരു ഇരട്ടിപ്പാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ആരെങ്കിലും ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞിട്ട് പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവിന്റെ ദാസി സാക്ഷ്യം പറഞ്ഞു, അപ്പോൾ തന്നെ ഞാനും നിങ്ങളുടെ മുൻപിൽ ഒരു ആമേൻ സാക്ഷിയാണ്. ഏകയായിട്ട് ഇറങ്ങിയെങ്കിൽ അതിന്റെ പിൻപിൽ അല്പം വില കൊടുക്കേണ്ടി വന്നുവെങ്കിലും ആ വില ഹല്ലേലൂയ മുതൽ മുടക്കിയവൻ കർത്താവാകയാല് ആ വിലയ്ക്ക് ഹല്ലേലൂയ പിന്നീട് വലിയൊരു മുതൽ തന്ന് നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. മാന്യത തന്ന്, അനുഗ്രഹങ്ങൾ തന്ന്, സ്തോത്ര സ്ഥാനങ്ങൾ തന്ന്, മാനങ്ങൾ തന്ന്, ദൈവനാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി അനേകായിരങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ നമ്മുടെ സാക്ഷ്യവും ഉളവാകും. അതുകൊണ്ട് ഇന്ന് ഈ സമയക്കാലം ആരെങ്കിലും ശങ്കയോടെ ആയിരിക്കുന്നുവോ, ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ വീട്ടിൽ നിറങ്ങും, എങ്ങനെ എനിക്കിത് സാധിക്കും, എനിക്ക് എല്ലാവരും എതിരാണല്ലോ. പ്രിയപ്പെട്ടവരെ, എതിര് ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ബൈബിൾ കോളേജിലേക്ക് പഠിക്കുവാൻ പോയപ്പോൾ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന്. യഥാർത്ഥത്തിൽ ഞാൻ അത് അനുഭവിച്ചറിഞ്ഞു. ഇന്നും കല്ലിന്റെ മുകളിലും മുള്ളിന്റെ മുകളിലും തന്നെയാണ് നിൽക്കുന്നത്. സ്തോത്രം. ഒട്ടും കുറഞ്ഞിട്ടില്ല. എങ്കിലും ഈ കല്ലും മുള്ളും ഒക്കെ പട്ടുമെത്തയാക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അതാണ് ദൈവസ്നേഹത്തിന്റെ ആഴം. ഇന്ന് രാത്രികാലം പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു തീരുമാനമെടുക്കുവാൻ ഇന്ന് മടി കാണിച്ച് നിൽക്കുന്നുവെങ്കിൽ ഈ സാക്ഷ്യത്തിന് മുൻപാകെ സമർപ്പിക്കുക. കർത്താവിന്റെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി, അവന്റെ രാജ്യത്തിന് വ്യാപ്തിക്ക് വേണ്ടി ഹല്ലേലൂയ നിങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ ദാസിയെ നമുക്ക് ഒരു നിമിഷം കർത്തസന്നിധിയിലേക്ക് സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, വളരെ സന്തോഷത്തോടെ അപ്പാ അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ സാക്ഷിക്കുവാൻ കർത്താവ് തന്റെ ദാസിക്ക് കൊടുത്ത കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഏകയായി ഇറങ്ങിയെങ്കിലും തന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ കാരണമാക്കിയതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തന്റെ മകളെ എത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. തുടർന്നും അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ശക്തമായി ഉപയോഗിക്കുവാൻ ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ ഭാവി ജീവിതത്തെക്കുറിച്ചും തന്റെ ഭാവിയിൽ വരാനിരിക്കുന്ന നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ കേൾപ്പിച്ചു. അതെ, തനിക്ക് വരാനിരിക്കുന്ന കർത്താവെ ഒരു മമ്മിയെയും കർത്താവ് വ്യക്തമായി കാണിച്ചു കൊടുത്തു. എങ്കിലും കർത്താവെ, ഈ ദിവസങ്ങളിൽ അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ഒരു ചരടിൽ കോർത്ത മുത്തുകളെ പോലെ കുടുംബമായി അവർക്കും അങ്ങയുടെ വേല ചെയ്യുവാൻ സഹായിക്കുന്നല്ലോ. കർത്താവെ, അവിടുത്തെ ഇഷ്ടം ആ കുടുംബത്തിൽ നിവർത്തിച്ചാട്ടെ.
പ്രത്യേകമായ ആന്റിക്കായി സ്തോത്രം. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അനി പാസ്റ്റർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സൂനം സിസ്റ്റർക്കായിട്ട് സ്തോത്രം. രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കണമേ. ദാനം കൊടുത്ത പൈതങ്ങൾക്കായിട്ട് സ്തോത്രം. മൂത്ത മോളായിരിക്കുന്നിടത്ത് അവളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ കൂടെ ഇരിക്കണമേ കർത്താവെ. 12th പഠിക്കുന്ന കുഞ്ഞിനായിട്ടും സ്തോത്രം. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ആ കുഞ്ഞുങ്ങളുടെ ഭാവിയും ഖോവയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. കുടുംബമായിട്ട് അങ്ങയുടെ ദാസിയെയും ദാസിനെയും ഉപയോഗിച്ചാട്ട് കർത്താവെ. ഇന്ന് രാത്രി വേളയെങ്കിൽ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. കലഹം കൂടാതെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. പ്രിയ പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകരുതേ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മറാനാഥ.